മലയാളികൾക്ക് അത്ര സുപരിചിതമല്ലെങ്കിലും മറ്റ് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു വെറൈറ്റി റൈസാണ് ലെമൺ റൈസ്. ലെമൺ റൈസിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മളിവിടെ 2 കപ്പ്, അതായത് 400 ഗ്രാം ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി കഴുകിയെടുത്തതിന് ശേഷം 20 മുതൽ 30 മിനിറ്റ് വരെ ഇതുപോലെ വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഏകദേശം 20 മിനിറ്റ് കഴിയുമ്പം നമുക്കിത് നന്നായിട്ട് ഇതുപോലെ ഡ്രെയിൻ ചെയ്തൊന്ന് മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് 2 ലിറ്റർ, അതായത് ഏകദേശം 8 കപ്പോളം വെള്ളം നമുക്കൊന്ന് തിളയ്ക്കാൻ വേണ്ടി വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ഡ്രെയിൻ ചെയ്ത് മാറ്റി വെച്ച ബാസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം നല്ല ഹൈയിലേക്ക് വെച്ച് കൊടുത്ത് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ബാസ്മതി റൈസ് എല്ലാം നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇതുപോലെ തിളച്ച് വരുന്ന ആ ഒരു സ്റ്റേജിൽ നല്ല ബസ്മതി റൈസ് ആണെങ്കിൽ ഇങ്ങനെ തിളച്ചതിന് ശേഷം 3 മുതൽ 4 മിനിറ്റിനുള്ളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു 90% ആ ഒരു പരുവത്തിൽ അത് കുക്കായി കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഫ്ലെയിം എല്ലാം ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബാസ്മതി റൈസ് ആ ഒരു കറക്റ്റ് പരുവത്തിൽ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒത്തിരി നേരം ഇതിങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെക്കരുത്. അങ്ങനെ വെച്ചാൽ അത് പെട്ടെന്ന് തന്നെ ഓവർ കുക്കായി പോകുന്നതാണ്. അതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ ഡ്രെയിൻ ചെയ്തെടുക്കാം. ഡ്രെയിൻ ചെയ്ത ബാസ്മതി റൈസ് ഇതുപോലെ ഒരു പാത്രത്തിലേക്കൊന്ന് നേരത്തെ ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് തണുപ്പിക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കണം. ഇല്ലെങ്കിൽ ആദ്യം ഇടുന്നത് കരിഞ്ഞു പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും 2 ടേബിൾ സ്പൂൺ പീനട്ട്സ് അല്ലെങ്കിൽ നിലക്കടലയും ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരല്പം കാഷ്യൂ നട്ട്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് 2 വറ്റൽമുളക് ഇതുപോലെ നടുവേ ഒന്ന് മുറിച്ചതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതായത് ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത് നമ്മൾ ചേർത്ത് കൊടുത്ത ഉഴുന്ന് പരിപ്പിൻ്റെയും കടലപ്പരിപ്പിൻ്റെയും കളറൊന്ന് മാറി ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ട് വരുന്നിടം വരെ നമുക്കിത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് നടുവേ കീറിയതും ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്ന ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഗ്യാസിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. അതായത് ഈ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്ന് വഴറ്റിയെടുക്കേണ്ടത്. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുമ്പം നമ്മുടെ പാത്രത്തിന് അധികം ചൂട് പാടില്ല. അങ്ങനെ വന്നാൽ നമ്മൾ ഉണ്ടാക്കുന്ന ലെമൺ റൈസിന് ചെറിയൊരു കയ്പ്പ് രസം വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തത്. ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. റൈസ് കുക്ക് ചെയ്തപ്പോൾ നമ്മൾ അതിലേക്ക് അല്പം ഉപ്പ് ചേർത്തതാണ്, അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് ചേർക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് മാറ്റി വെച്ച ബാസ്മതി റൈസ് ചേർത്ത് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് അല്പം മല്ലിയില ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മളിതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇളക്കി യോജിപ്പിക്കാൻ വേണ്ടി ഇതുപോലത്തെ ഒരു തടിയുടെ തവി യൂസ് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. കാരണം തടിയുടെ തവി ഉപയോഗിച്ചാൽ റൈസ് ഒത്തിരി പൊടിഞ്ഞു പോകുന്നതും അല്ലെങ്കിൽ കുഴഞ്ഞു പോകുന്നതൊക്കെ ഒരു പരിധിവരെ നമുക്കൊന്ന് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്ത ഈ ലെമൺ റൈസ് ഉടനെ കഴിച്ചാൽ അതിന് നല്ലൊരു പുളിരസം തോന്നാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ഒന്ന് മാറ്റി വെച്ച ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഗ്രേവിയോട് കൂടി ഇത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ലെമൺ റൈസിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു ഈസി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതോടൊപ്പം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം താഴെയുള്ള കമൻസിൽ എഴുതി ഞങ്ങളെ അറിയിക്കാനും മറക്കരുത്. ബൈ.